ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തടി കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എത്ര കഴിച്ചാലും തടി കൂടാത്ത കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് ലോ കലോറി ആയിട്ടുള്ള കുറച്ച് ഫുഡ് അത് നമുക്ക് അത്യാവശ്യം വയറ് നിറച്ച് തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതേതൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ അറിയാം. അപ്പോൾ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഡയറ്റ് പ്ലാൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 50 കലോറിയിൽ താഴെയുള്ള ഒരു 8 ഭക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. എന്നാൽ നമ്മുടെ ഭക്ഷണക്രമത്തിൽ കുറഞ്ഞ കലോറിയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ശരീരഭാരം കുറയ്ക്കാനുള്ള നമ്മളെ ശ്രമം ഒരിക്കലും ഒരു ഫലം കാണില്ല. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണക്രമവും വ്യായാമ രീതിയും ഒരുമിച്ച് ഒരേപോലെ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഗുണങ്ങൾ ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശരീരത്തിലെ വ്യത്യസ്ത രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന വ്യത്യസ്ത തരം കലോറികൾ ഉണ്ടെന്ന കാര്യം നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഉയർന്ന കലോറിയുള്ള ഭക്ഷണം കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ അമിതവണ്ണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും കാരണമാകും. കലോറി രഹിതമായ ഭക്ഷണങ്ങൾ പക്ഷേ പോഷക മൂല്യം കുറഞ്ഞ അളവിലോ അല്ലെങ്കിൽ ഒട്ടും ഇല്ലാതെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുക. ലോ കലോറി അടങ്ങിയ ഭക്ഷണക്രമത്തിൻ്റെ സിദ്ധാന്തം വളരെ ലളിതമാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കുന്ന കലോറി ശരീരത്തിന് ഇന്ധനം നൽകും. അപ്പോൾ കുറഞ്ഞ കലോറി ഉപയോഗിക്കുന്നതിലൂടെ ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനായി കലോറിക്ക് പകരം ശരീരത്തിൽ സംഭരിച്ച കൊഴുപ്പിനെ എരിച്ച് കളയുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം മെലിയാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. കുറഞ്ഞ കലോറി ഭക്ഷണക്രമത്തിലേക്ക് വരുമ്പോൾ ഏത് ഭക്ഷണമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും ഏത് ഭക്ഷണം ഒഴിവാക്കണം എന്നതും മനസ്സിലാക്കൽ നമുക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കുറഞ്ഞ കലോറിയുള്ള ഒട്ടേറെ ആരോഗ്യപരമായ ഗുണങ്ങളുള്ള 8 ഭക്ഷണങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിലൊന്നാമത്തതാണ് വെള്ളം. ശരീരത്തിലെ ദ്രാവകങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വെള്ളം കുടിക്കുന്നത് നമ്മളെ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ നിങ്ങൾ കലോറി അടങ്ങിയ പാനീയത്തിന് പകരമായി വെള്ളമോ അല്ലെങ്കിൽ കലോറി ഇല്ലാത്ത മറ്റെന്തെങ്കിലും പാനീയമോ തിരഞ്ഞെടുക്കുക. അതായത് നിങ്ങൾക്ക് ലെമണിലൊക്കെ അതായത് നമ്മളെ ലൈം ഉണ്ടല്ലോ അതൊക്കെ കുടിക്കാം. പക്ഷേ അതിൽ പഞ്ചസാരയൊന്നും ഇടരുത് കേട്ടോ. കൂടാതെ ജലസമൃദ്ധമായ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ വിശപ്പ് അകറ്റുകയും ഒപ്പം കലോറി ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. അതായത് വാട്ടർ മില്ലണ്, കക്കിരി പോലെയുള്ളതെല്ലാം കഴിക്കുന്നത് നിർജ്ജലീകരണം ചർമ്മത്തെ വരണ്ടതും ചുളിവുള്ളതുമാക്കി മാറ്റുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. ഈ ഒരു പ്രശ്നം ശരിയായ അളവിൽ വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് എളുപ്പം പരിഹരിക്കാൻ പറ്റും. അപ്പം വെള്ളം എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യപരമായ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ രണ്ടാമത്തതാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ നമ്മളിൽ പലരും തടിമലിയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഒരു കലോറി എന്ന് പറയുന്നത് അത് 5 കലോറിയിൽ താഴെയുള്ള ഒന്നാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് ഷുഗറൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമണോ അല്ലെങ്കിൽ പുതിനയൊക്കെ ഇട്ടിട്ട് അത് കുടിക്കാൻ പറ്റുന്നതാണ്. ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ മിക്കവരും ആദ്യമേ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു പാനീയമാണ് നമ്മുടെ ഗ്രീൻ ടീ. ആൻറ്റി ഓക്സിഡൻറ്റുകളും അതേപോലെ തന്നെ പോളിഫെനോൾസ്, ഫോളിനോയിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ഗ്രീൻ ടീ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വരെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല അണുബാധകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്കണ്ഠ കുറയ്ക്കുന്നതിനും ഓർമ്മശക്തിയും ശ്രദ്ധയും മെച്ചപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നതിനും ഒക്കെ നമ്മളെ ഈ ഗ്രീൻ ടീ എന്ന് പറയുന്ന സാധനം സഹായിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു 30 കലോറിയിൽ താഴെയുള്ളൊരു ഫുഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വള്ളിച്ചെടികളിൽ കഴിക്കുന്ന പച്ചക്കറികൾ. അപ്പോൾ വള്ളിച്ചെടികളിൽ കഴിക്കുന്ന പച്ചക്കറികൾ എന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങ, പയർ, ക്യാബേജ് പോലെയുള്ള പച്ചക്കറികളെല്ലാം കഴിച്ചാലും അധികം തടിയൊന്നും വരില്ല. നിങ്ങൾക്കറിയാലോ നമ്മൾ സാലഡിൽ ഉപയോഗിക്കുന്ന അധിക പച്ചക്കറികളും നമുക്ക് ലോ കലോറിയസ് ആയിട്ടുള്ള പച്ചക്കറികളാണ്. അപ്പോൾ അങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം കൂടുതലായി കഴിച്ചാലും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. വള്ളിച്ചെടിയിൽ കഴിക്കുന്ന പച്ചക്കറികളിൽ ശരിക്കും സ്വാഭാവികമായ കലോറിയും പൂരിത കൊഴുപ്പുകളും വളരെ കുറവായിരിക്കും. ശരീരഭാരവും അതേപോലെ തന്നെ മെറ്റബോളിസവും നിലനിർത്താൻ ഇത് സഹായിക്കും. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാ കാരോട്ടിൻ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ രൂപത്തിലുള്ള വിറ്റാമിൻ എയുടെ അളവ് ദോഷകരമായ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് നമ്മളെ കണ്ണുകളെ സംരക്ഷിക്കാനും സഹായിക്കും. നിങ്ങൾക്കറിയില്ല കക്കിരിക്കയെല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ പച്ച ഇലക്കറികൾ അത് 30 കലോറിയിൽ താഴെയാണ്. പച്ച ഇലക്കറികൾ കഴിക്കാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. കാരണം ഭയങ്കര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അതിന്. പക്ഷെ അവയാണ് യഥാർത്ഥത്തിൽ ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഭക്ഷ്യവിഭവം എന്ന് പറയുന്നത്. ഉയർന്ന അളവിലുള്ള പച്ചക്കറി നാരുകൾ കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ പല രോഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മളെ വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത ഒക്കെ കുറക്കും. പിന്നെ മലബന്ധം, പ്രമേഹം, അങ്ങനെയുള്ള അമിതവണ്ണം എന്നിവ പരിഹരിക്കുന്നതിന് ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്കറികൾ നിങ്ങൾക്കറിയാം മറ്റേ ലെറ്റ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ
സെലറി, അതേപോലെ തന്നെ നമ്മുടെ മുരിങ്ങയില ഉണ്ടല്ലോ, അതൊക്കെ വളരെ നല്ലൊരു സാധനമാണ് ശരീരത്തിന്. പിന്നെ അടുത്തതാണ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് വളരുന്ന പഴങ്ങളുടെ കാര്യത്തിൽ നമുക്കൊരിക്കലും തെറ്റിപ്പോവില്ല. വിറ്റാമിൻ സി, അതുപോലെ തന്നെ ഫൈബർ തുടങ്ങിയ ഒന്നിലധികം പോഷകങ്ങൾ സിട്രസ് പഴങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. സിട്രസ് പഴങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് പുളിപ്പുള്ള ഒരു ടൈപ്പ്, അതായത് നമ്മുടെ മെയിനായിട്ട് എന്ന് പറയുമ്പോൾ ഓറഞ്ച് എല്ലാമാണ് സിട്രസ് പഴത്തിൽ ഉൾപ്പെടുക. അത് നമ്മുടെ രക്തക്കൊലകൾക്ക് സംരക്ഷണം നൽകും. അത് മാത്രമല്ല വീക്കം കുറയ്ക്കും. കൂടാതെ ദഹനനാളത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും എല്ലാം സഹായിക്കും. ലയിക്കുന്ന ഫൈബറും അതേപോലെ ഫ്ലോവനോയിഡുകളും ശരീരത്തിൻ്റെ ആരോഗ്യകരമായ HDL കൊളസ്ട്രോൾ ഉണ്ടല്ലോ, അത് വർദ്ധിപ്പിക്കാനും പിന്നെ ദോഷകരമായ LDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡുകൾ എന്നിവ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അതുപോലെ നിങ്ങൾക്കറിയാലോ നമ്മുടെ വാട്ടർ മെലൺ 92% വെള്ളമായിരിക്കും. അതിനാൽ ശരീരത്തിന് ജലാംശം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ലളിതമായ മാർഗ്ഗമാണ് ഇവ ധാരാളം കഴിക്കുന്നത്. ഇതിൽ ബീറ്റ ക്രിപ്റ്റോഫാൻ എന്ന പ്രകൃതിദത്തമായ പിഗ്മെൻറ്റും ഉണ്ട്. ഇത് നിങ്ങളുടെ സന്ധികളെ വീക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനും വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങയിൽ 30 കലോറി താഴെയാണ്. അപ്പോൾ നാരങ്ങയിൽ ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റായ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫ്ലോയിനോയിഡുകൾ എന്നറിയപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുള്ള സസ്യസംയുക്തങ്ങളുടെ സംയുക്തമായ ഉറവിടം കൂടിയാണ് നമ്മുടെ നാരങ്ങ എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ വീക്കം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെയാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇഞ്ചി തിളപ്പിച്ച വെള്ളമെല്ലാം രാവിലെ വെറും വയറ്റിലെല്ലാം അധികം പേരും കുടിക്കുന്നുണ്ടാവും. അതുപോലെ വെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് പ്രമേഹം, ഹൃദയരോഗം പോലെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കും. പിന്നെ കുറഞ്ഞ കലോറിയുള്ള ഭക്ഷ്യവസ്തുവാണ് ഇഞ്ചി എന്ന് പറയുന്നത്. സാധാരണമായി വീക്കം മൂലമുള്ള പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കൊളസ്ട്രോളും അളവും രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത ഒക്കെ കുറക്കാൻ സഹായിക്കും. പിന്നാണ് സൂപ്പ് അധിക പേരും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ്. ഡിന്നറിനൊക്കെ അധിക പേര് സൂപ്പ് കുടിക്കുന്നവരുണ്ട്, അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിന്. അതെന്ന് പറഞ്ഞാൽ 40 കലോറിയിൽ താഴെയാണ് സൂപ്പ്. ശരീരഭാരം കുറയ്ക്കാൻ വെജിറ്റബിൾ സൂപ്പാണ് ഏറ്റവും നല്ലത്. കാരണം കുറഞ്ഞ കലോറിയുള്ള ഭക്ഷണം എന്ന നിലയിൽ ഇത് നിങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിനുകളും അതുപോലെ തന്നെ ധാതുക്കളും നൽകുന്നതോടൊപ്പം നിങ്ങളുടെ വിശപ്പ് അകറ്റുകയും ചെയ്യും. ചിലപ്പോൾ സ്റ്റാർട്ടറായിട്ടുള്ള നമ്മൾ സൂപ്പ് കുടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അധികം ഫുഡ് കഴിക്കുന്നത് അതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ കുറഞ്ഞ കലോറി അടങ്ങിയ ഭക്ഷണ വിഭവങ്ങളുടെ വിശദമായ വിവരം നിങ്ങൾക്ക് ലഭിച്ചെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഭക്ഷ്യവസ്തുക്കൾ നിങ്ങളുടെ ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ശരീരഭാരം വളരെ പെട്ടെന്ന് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെയോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത്. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. ഹെൽത്ത് ടിപ്സും ബ്യൂട്ടി ടിപ്സും അതേപോലെ തന്നെ കുക്കിങ്ങും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ വീണ്ടും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.